നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ലഹരി വിരുദ്ധ പ്രതിജ്ഞയുമായി ജില്ലാ സാമൂഹ്യനീതി വകുപ്പ്. ലക്ഷ്യം വിദ്യാർത്ഥികളിൽ അവബോധം സൃഷ്ടിക്കുക. പരിപാടി നശാമുക്ത് ഭാരത് അഭിയാൻ പദ്ധതിയുടെ ഭാഗമായി. കണ്ണൂരിൽ വീണ്ടും നിക്ഷേപക തട്ടിപ്പ്. ഇത്തവണയും വഞ്ചിച്ചത് റോയൽ ട്രാവൻകൂർ ചക്രപാണി തന്നെ. മെഡിസിറ്റിയിൽ നിക്ഷേപകരെത്തി പ്രതിഷേധിച്ചു. ഉത്തരം നൽകാതെ ഉടമകൾ. പതിനാറാമത് നാഷണൽ കളരിപ്പയറ്റിൽ കപ്പ് ഉയർത്തി കേരളം. ഒരു സ്വർണം ഉൾപ്പെടെ 8 മെഡലുകൾ. കേരളത്തിന്റെ യശസ് ഉയർത്തിയത് വിശ്വഭാരതി കളരി സംഘം. കണ്ണൂരിന് ഇത് അഭിമാന നേട്ടം. വാർത്തകൾ വിശദമായി. സാമൂഹ്യനീതി വകുപ്പിന്റെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ലഹരി വിരുദ്ധ പ്രതിജ്ഞയും തന്മുദ്ര ജില്ലാതല പരിശീലനവും നടന്നു. കലക്ടറേറ്റ് ഓഡിറ്റോറിയത്തിൽ അസിസ്റ്റന്റ് കലക്ടർ ഘ്രാന്തേ സായി കൃഷ്ണ ഉദ്ഘാടനം ചെയ്തു. ഭാരതത്തെ ലഹരി വിമുക്തമാക്കാനുള്ള കേന്ദ്ര സാമൂഹ്യനീതി മന്ത്രാലയത്തിന്റെ നശാമുക്ത് ഭാരത് അഭിയാൻ പദ്ധതിയുടെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. കണ്ണൂർ കോർപ്പറേഷൻ ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ വി ഷമീമ ടീച്ചർ അധ്യക്ഷത വഹിച്ചു. ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ ഇൻചാർജ് PL ഷിബു ലഹരി വിരുദ്ധ സന്ദേശം നൽകി. നിങ്ങളുടെ പ്രവൃത്തിയാണ് മറ്റുള്ളവർക്ക് വിഷമം തട്ടാത്ത രീതിയിൽ, മറ്റുള്ളവരെ സന്തോഷിക്കുന്ന രീതിയിൽ, മാഡം പറഞ്ഞതുപോലെ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്ന രീതിയിൽ നമുക്ക് തൃപ്തികരമായിട്ട് ഒരു പ്രവൃത്തി ചെയ്യാൻ സാധിച്ചാൽ ആ മനസ്സ് ആരോഗ്യമുള്ള മനസ്സായിരിക്കും. ആ മനസ്സിൻ്റെ ഉടമ നല്ലൊരു ലീഡറായിരിക്കും. നല്ലൊരു ലീഡർ എന്ന് പറഞ്ഞാൽ നല്ലൊരു NSSൻ്റെ വോളണ്ടിയർ ആയിരിക്കും. ആ വോളണ്ടിയേഴ്സാണ് ഇവിടെ ഇരിക്കുന്ന എല്ലാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് നല്ല പ്രവൃത്തികൾ ചെയ്യാൻ സാധിക്കണം. നിങ്ങൾ ചിന്തിക്കേണ്ടത്, നല്ല പ്രവൃത്തി ചെയ്യുന്ന ഒരു വ്യക്തിയും ജീവിതത്തിൽ ലഹരി വസ്തുക്കൾ കൈകൊണ്ട് തൊടില്ല. നല്ല പ്രവൃത്തികൾ ചെയ്യണം. മറ്റുള്ളവർക്ക് മോഡലായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്യണം. മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്ന പ്രവൃത്തികൾ ചെയ്യണം. ഞാൻ ലഹരി വസ്തുക്കൾ കൈകൊണ്ട് പോലും തൊടില്ല എന്നൊരു പ്രതിജ്ഞ നിങ്ങളുടെ മനസ്സ് ആരോഗ്യമുള്ള മനസ്സ് പ്രകാരം നിങ്ങൾ എടുക്കണം. നിങ്ങളുടെ വീടുകൾ ലഹരി മുക്തമാകണം. മക്കളെ, ഒരു ദിവസം ഒരു നേരം ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുന്ന ഒരു വീടുണ്ടെങ്കിൽ ആ വീട്ടിലെ എല്ലാ അംഗങ്ങളും ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുവാനുള്ള ഒരു വീട് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളുടെ വീട് ആരോഗ്യമുള്ള വീട്, നിങ്ങളുടെ സദസ്സ് ആരോഗ്യമുള്ള സദസ്സ്. ആ വേദിയിൽ, ആ വീട്ടിൽ അപ്പോഴെങ്കിലും അമ്മയുടെയും അച്ഛൻ്റെയും മുഖത്ത് നോക്കി സംസാരിക്കാനുള്ള ഒരു സാഹചര്യം നിങ്ങൾക്കുണ്ടാകണം. വിദ്യാർത്ഥികൾ ലഹരി വിരുദ്ധ പ്രതിജ്ഞയെടുത്തു. ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ P ബിജു, NSS ജില്ലാ കോർഡിനേറ്റർ V ഷിജിത്ത്, അനീഷ് K, NMBA ജില്ലാ നോഡൽ ഓഫീസർ PK നാസർ തുടങ്ങിയവർ സംസാരിച്ചു. മുഴപ്പിലങ്ങാട് വാഹനാപകടം, ഒരു മരണം. റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ അതിവേഗത്തിൽ വന്ന ജീപ്പ് ഇടിച്ച് മരക്കാർകണ്ടി സ്വദേശി ഷംന ഫൈഹാസ് ആണ് മരിച്ചത്. മുഴപ്പിലങ്ങാട് മഠത്തിനടുത്ത് വെച്ചായിരുന്നു അപകടം. ദേശീയപാത 66 മുറിച്ചു കടക്കവേ അതിവേഗത്തിൽ വന്ന് ജീപ്പ് ഇടിച്ചാണ് യുവതി മരിച്ചത്. മരക്കാർകണ്ടി ബ്ലൂസ്റ്റ് ക്ലബിന് സമീപം ഷംനാസിൽ ഷംനയ്ക്കാണ് ദാരുണ മരണം സംഭവിച്ചത്. മുഴപ്പിലങ്ങാട് മഠത്തിനടുത്ത് വെച്ചായിരുന്നു അപകടം. ഫൈഹാസ് മഠത്തിലാണ് ഭർത്താവ്. ഖബറടക്കം തിങ്കളാഴ്ച ഉച്ചയ്ക്ക് സിറ്റി ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടന്നു. അതിഥി തൊഴിലാളികളെ വഞ്ചിച്ച് പണവും മൊബൈൽ ഫോണുകളുമായി കടന്നു കളഞ്ഞ 2 പേർ അറസ്റ്റിൽ. ആലപ്പുഴ ജില്ലയിലെ ചേർത്തല പട്ടണക്കാട് കുഴിവെള്ളി വീട്ടിൽ AN അനൂപ്, തൃശൂർ ജില്ലാ കുറ്റിച്ചിറ കാരാപ്പാടത്തെ കായംകുളം വീട്ടിൽ KS അനീഷ് എന്നിവരെയാണ് പരിയാരം SI NP രാഘവൻ അറസ്റ്റ് ചെയ്തത്. ഇക്കഴിഞ്ഞ മെയ് 30-നാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. തളിപ്പറമ്പിൽ നിന്നും പൂവറിക്കുന്ന ജോലിക്കാണെന്ന് പറഞ്ഞ് കാറിൽ ഇരുവരും 4 അതിഥി തൊഴിലാളികളെ പരിയാരം അമ്മാനപ്പാറയിൽ എത്തിക്കുകയായിരുന്നു. പിന്നീട് കാർ റോഡ് സൈഡിൽ പാർക്ക് ചെയ്ത് തൊഴിലാളികളെയും കൂട്ടി നടന്ന് കുറച്ചു ദൂരെയുള്ള പറമ്പിലാക്കി ജോലി ഇവിടെയാണെന്ന് വ്യക്തമാക്കി. പിന്നാലെ അതിഥി തൊഴിലാളികളുടെ ശ്രദ്ധയിൽപ്പെടാതെ കാറിൽ സൂക്ഷിച്ച 11,000 രൂപയും 13,500, 19,500 രൂപ വില വരുന്ന 2 ഫോണുകളുമായി കടന്നു കളയുകയായിരുന്നു. പശ്ചിമ ബംഗാൾ മുർഷിദാബാദ് ബഹ്റാംപൂരിലെ തപസ് ചൗധരി, വികാസ്, ഗൗതം മാണ്ട എന്നിവരാണ് കവർച്ചയ്ക്കിരയായത്. 2 മോഷ്ടാക്കളും കുടുംബസമേതം പറശ്ശിനിക്കടവ് മുത്തപ്പ ക്ഷേത്രത്തിലെത്തി അവിടെ ലോഡ്ജിൽ മുറിയെടുത്ത ശേഷമാണ് കാറുമായി മോഷണത്തിന് ഇറങ്ങിയത്. മോഷണ സംഘത്തിലെ അനൂപ് 6 വർഷം മുമ്പ് പരിയാരം പൊന്നുരുക്കിപ്പാറ പന്നി ഫാമിൽ ജോലി ചെയ്തിരുന്നു. ആ സ്ഥല പരിചയം വെച്ചാണ് ഇവർ അതിഥി തൊഴിലാളികളുമായി അമ്മാനപ്പാറയിൽ എത്തിയത്. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്.
108 ആംബുലൻസ് ഡ്രൈവർമാരുടെ തൊഴിലും വേതനവും സംരക്ഷിക്കണമെന്ന് 108 ആംബുലൻസ് എംപ്ലോയീസ് യൂണിയൻ CITU ജില്ലാ കൺവെൻഷൻ ആവശ്യപ്പെട്ടു. കണ്ണൂർ സി കണ്ണൻ സ്മാരക മന്ദിരത്തിൽ നടന്ന കൺവെൻഷൻ CITU ജില്ലാ സെക്രട്ടറി ഇ സുർജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു. അതോടൊപ്പം ശമ്പളം ഈ പറയുന്ന ജോലിയെടുത്ത ദിവസത്തേക്ക് ശമ്പളം കൃത്യമായിട്ട് തൊഴിലാളി കിട്ടുക എന്നുള്ളതാണ്. ഇവിടെ അതും വൈകി ഒരു തൊഴിലാളി ഒരു തൊഴിൽ സംഘടനയിൽ ജോലി ചെയ്യുമ്പോൾ ജോലി പ്രൊഫഷൻ കൊടുക്കുമ്പോൾ അവൻ ആഗ്രഹിക്കുന്നത് സ്വാഭാവികമായിട്ടുള്ള എൻ്റെ സേവന വേതന വ്യവസ്ഥ മെച്ചപ്പെടുത്താൻ എനിക്കൊരു സംഘടന, എനിക്കെൻ്റെ ജോലി സ്ഥിരത വേണം, എനിക്കെൻ്റെ സേവന വ്യവസ്ഥ ഉണ്ടാകണം, എല്ലാ വർഷവും ഇൻക്രിമെന്റ് വേണം, അതോടൊപ്പം തന്നെ തൊഴിലാളിക്ക് അവകാശപ്പെട്ട ബോണസ് ലഭിക്കണം. കെ ജയരാജൻ അധ്യക്ഷത വഹിച്ചു. AP ധനേഷ്, രജീഷ്, രവീന്ദ്രൻ, സൈനുൽ ആബിദ്, ഷിൽജ ഫ്രാൻസിസ്, ലിജിൻ ഇരുവേരി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ഇനിയൊരു ഇടവേളയ്ക്ക് മുമ്പായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ലഹരി വിരുദ്ധ പ്രതിജ്ഞയുമായി ജില്ലാ സാമൂഹ്യനീതി വകുപ്പ്. ലക്ഷ്യം വിദ്യാർത്ഥികളിൽ അവബോധം സൃഷ്ടിക്കുക. പരിപാടി നിശാമുക്ത് ഭാരത് അഭിയാൻ പദ്ധതിയുടെ ഭാഗമായി. കണ്ണൂരിൽ വീണ്ടും നിക്ഷേപക തട്ടിപ്പ്. ഇത്തവണയും വഞ്ചിച്ചത് റോയൽ ട്രാവൻകൂർ ചക്രപാണി തന്നെ. മെഡിസിറ്റിയിൽ നിക്ഷേപകരെത്തി പ്രതിഷേധിച്ചു. ഉത്തരം നൽകാതെ ഉടമകൾ. പതിനാറാമത് നാഷണൽ കളരിപ്പയറ്റിൽ കപ്പുയർത്തി കേരളം. ഒരു സ്വർണം ഉൾപ്പെടെ 8 മെഡലുകൾ. കേരളത്തിന്റെ യശസ് ഉയർത്തിയത് വിശ്വഭാരതി കളരി സംഘം. കണ്ണൂരിന് ഇത് അഭിമാന നേട്ടം. പറഞ്ഞ തുക മുഴുവനും ഉണ്ട്, വേണേ എണ്ണി നോക്കിക്കോളൂ. അത് കുഴപ്പമില്ല. നീ പോലെ മേക്കപ്പ് ആർട്ടിസ്റ്റൊക്കെയായി നന്നായി സമ്പാദിക്കുന്നുണ്ടല്ലോ. എന്ത് ചെയ്യാനാ മോളെ, ജീവിക്കണ്ടേ? കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇത്തരം വർക്ക്സ് ഒക്കെ ചെയ്യാൻ പറ്റും. അതിന് എക്സ്പീരിയൻസ് ഒക്കെ വേണ്ടേ? പെർഫെക്റ്റ് ട്രെയിനിങ് കിട്ടുന്നുണ്ടെങ്കിൽ എല്ലാം സിമ്പിൾ അല്ലേ? കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ തന്നെ സമ്പാദിക്കാൻ പറ്റുന്ന രീതിയിലാണ് GITD അവരുടെ ഓരോ സിലബസും ട്രെയിനിങ്ങും എല്ലാം ക്രമീകരിച്ചിട്ടുള്ളത്. Professional Diploma in Fashion Designing, Advanced Diploma in Fashion Designing and Diploma in Fashion Designing. Professional Diploma in Beautician and Cosmetology, Advanced Diploma in Beautician and Cosmetology and Diploma in Beautician. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സ്, കൂടാതെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസുകൾ. GITD തൊഴിൽ പരിശീലനത്തിലൂടെ സ്ത്രീ ശാക്തീകരണം. GITD എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം.
Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. വാർത്തയിലേക്ക്. സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങൾ ചതിക്കുഴികളാകുന്നു. ഭീമമായ തുക തട്ടിയ സ്ഥാപനത്തിനെതിരെ പരാതിയുമായി നിക്ഷേപകരെത്തി. ആറാട്ട് റോഡിലെ കാനറ ഫിഷ് ഫാമേഴ്സ് വെൽഫെയർ പ്രൊഡ്യൂസർ കമ്പനി ലിമിറ്റഡിനെതിരെയാണ് ഇപ്പോൾ പരാതി ഉയർന്നിട്ടുള്ളത്. റോയൽ ട്രാവൻകൂർ സ്ഥാപനത്തിന്റെ ഉടമ രാഹുൽ ചക്രപാണിയുടെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ സ്ഥാപനവും. പള്ളിക്കുന്ന് ചെട്ടിപ്പീടികയിലെ മെഡിസിറ്റി ഇന്റർനാഷണൽ എന്ന സ്ഥാപനത്തിൽ നിന്നാണ് ഒരു കൂട്ടം നിക്ഷേപകർ പ്രതിഷേധവുമായി എത്തിയത്. കണ്ണൂർ നഗരത്തിലെ ആറാട്ട് റോഡിലെ കാനറ ഫിഷ് ഫാമേഴ്സ് വെൽഫെയർ പ്രൊഡ്യൂസർ കമ്പനി ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിൽ പണം നിക്ഷേപിച്ചവരാണ് തങ്ങൾ വഞ്ചിക്കപ്പെട്ടു എന്ന പരാതിയുമായി ഇവിടെ എത്തിയത്. നമസ്കാരം, എൻ്റെ പേര് ശ്രീകാന്ത്. ഞാനിവിടെ റോയൽ ട്രാവൻകൂർ റോയൽ നിധി എന്ന് പറഞ്ഞ അതുപോലെ തന്നെ സ്ഥാപനമായ കാനറ ഫിഷ് ഫാമേഴ്സ് എന്ന സ്ഥാപനത്തിൽ പൈസ നിക്ഷേപിക്കുകയും പൈസ ഇപ്പം ആ സ്ഥാപനം പൂട്ടിപ്പോയ അവസ്ഥയിൽ നമ്മളിവിടെ അന്വേഷിച്ചപ്പോൾ ഇതിൻ്റെ ഈ മെഡിസിറ്റി എന്ന സ്ഥാപനത്തിൻ്റെ അവരുടെ സഹോദര സ്ഥാപനങ്ങളാണ്. അവരെല്ലാവരും കൂടി 5 പേര് നടത്തുന്നൊരു ട്രസ്റ്റാണ്. ഒരു 2 മാസം മുമ്പേ നമ്മളിവിടെ വന്ന് ചോദിച്ചപ്പോൾ അവർ കഴിഞ്ഞ 10-ാം തീയതി പൈസ തരാൻ സെറ്റിലാക്കാമെന്ന് പറഞ്ഞാണ്. 10-ാം തീയതി ആയിട്ടും അവരാരും വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. പിന്നിപ്പോൾ വിളിച്ച സമയത്ത് സംസാരിച്ചപ്പോഴും അവരൊരു പകുതി പൈസ തന്ന് സെറ്റിൽ ചെയ്യാം എന്നുള്ളൊരു നിലപാടിലാണ് എത്തിയത്. എല്ലാവരോടും പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് അവിടെ സെറ്റിൽ ചെയ്യാമെന്ന നിലപാടിലാണ് ഉള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ വന്ന് ഏകദേശം ഒരു 10-12 പേരുണ്ട്. ഇവർ ഏകദേശം ഒരു 45 ലക്ഷം രൂപയോളം നമ്മുടെ ആ ബ്രാഞ്ചിൽ തന്നെ കൊടുക്കാനുള്ള ഒരു ഇതുണ്ട്. അപ്പോൾ കേസായിട്ട് ഇപ്പോൾ അവരൊന്നും കേസിലും ഒന്നുമില്ല. നമ്മൾ തീരെ ഒരു മൈൻഡ് ചെയ്യാത്ത അവസ്ഥയിലുള്ളത്. നേരത്തെ നിക്ഷേപകരെ വഞ്ചിച്ചുവെന്ന പരാതിയെ തുടർന്ന് വിവാദ വിധേയമായ റോയൽ ട്രാവൻകൂർ എന്ന സ്ഥാപനത്തിന്റെ ഉടമ രാഹുൽ ചക്രപാണിയുടെ ഉടമസ്ഥതയിലുള്ളതാണ് ആറാട്ട് റോഡിലെ സ്ഥാപനവും. സ്ഥാപനം അടച്ചുപൂട്ടിയതിനെ തുടർന്ന് പണം അടച്ചവർ അനുബന്ധ സ്ഥാപനത്തിൽ പ്രതിഷേധവുമായി എത്തുകയായിരുന്നു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. എളിയാവൂർ സൗത്ത് ലോക്കൽ കമ്മിറ്റി പുഞ്ചേൻ വത്സലൻ അനുസ്മരണവും CPIM കുടുംബ സദസ്സും സംഘടിപ്പിച്ചു. എളിയാവൂർ സൗത്തിൽ നടന്ന പരിപാടി ജെയിംസ് മാത്യു MLA ഉദ്ഘാടനം ചെയ്തു. K ബഷീർ അധ്യക്ഷത വഹിച്ചു. VO സതീശൻ, C വിനോദ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. നമ്മുടെ പാർട്ടി ഇതുപോലെ പ്രാദേശികമായി ഒരുപാട് ത്യാഗങ്ങൾ ചെയ്തു, നിരവധി പ്രതിബന്ധങ്ങളെ അതിജീവിച്ചു പ്രവർത്തന രംഗത്ത് ജീവിതാന്ത്യം വരെ നിന്നിട്ടുള്ള സഖാക്കളുടെ പ്രയത്നത്തിൻ്റെ ഫലമാണ് ഈ പാർട്ടി. അതല്ലാതെ ഏതെങ്കിലും ചില വ്യക്തികളുടെയോ വളരെ പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെയോ പ്രവർത്തന മികവ് കൊണ്ടോ മറ്റേതെങ്കിലും തരത്തിലുള്ള ശേഷികൾ കൊണ്ടോ സാധ്യമാവുന്ന ഒന്നല്ല നമ്മുടേതുപോലെയുള്ളൊരു പാർട്ടിയുടെ നിലനിൽപ്പ്. ഈ പാർട്ടിയുടെ നിലനിൽപ്പ് ഇതുപോലുള്ള അനേകായിരം മനുഷ്യരുടെ പ്രയത്നത്തിൻ്റെ ഫലമായിട്ടുള്ളതായി തീരുന്നില്ലെങ്കിൽ അത് ചുരുക്കം ചിലരുടെ പ്രവർത്തനത്തിൻ്റെ ഫലം മാത്രമാണെന്ന് വന്നു ഭവിക്കാനിടയായാൽ തീർച്ചയായിട്ടും നാം നേരിടുന്ന പ്രതിസന്ധികളെ അതിജീവിക്കാൻ അത് മതിയാവില്ല. കേരള സ്റ്റേറ്റ് എക്സിബിഷൻ വർക്കേഴ്സ് യൂണിയൻ കണ്ണൂർ ജില്ലാ സമ്മേളനം ഗുരുഭവൻ ഓഡിറ്റോറിയത്തിൽ നടന്നു. സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് ജ്യോതികുമാർ ഉദ്ഘാടനം ചെയ്തു. കാരണം ബിൽഡിംഗ് ടാക്സ്, അമിതമായ ബിൽഡിംഗ് ടാക്സാണ് ഇന്നിപ്പോൾ ഈടാക്കിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഒരു ദിവസം ചെറിയൊരു കുറവ് വരുത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അമിതമായിട്ട്, കാരണം നേരത്തെ വെറും 25 രൂപ M² ഉണ്ടായിരുന്നത് ഇന്ന് നമുക്കത് 200 രൂപയായി മാറിയിരിക്കുകയാണ് പലപ്പോഴും. അപ്പോൾ നമുക്കൊരിക്കലും മുന്നോട്ട് പോകാൻ കഴിയാത്തൊരവസ്ഥയാണ് നിലവിലുള്ളത്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഗ്രൗണ്ടുകളുടെ വാടക അമിതമാണ്. ചെറിയൊരു കാര്യമല്ല ഇന്ന് ഗ്രൗണ്ടിനുള്ളത്. കാരണം പലപ്പോഴും 25,000-നും 50,000-നും 1 ലക്ഷത്തിനും നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത് ഇന്ന് 1 കോടി രൂപ 2 കോടി രൂപ ഈ ഒരു അവസ്ഥയിലാണ് പോകുന്നത്. ഇതെല്ലാം നമ്മൾ സ്റ്റാളുകാരിൽ നിന്നാണ് ഈടാക്കുന്നത്. കാരണം അവർക്ക് ഈ ഫണ്ട് കൊടുക്കണമെങ്കിൽ നമ്മൾ സ്റ്റാളുകാരെയൊക്കെ വാങ്ങിയിട്ട് അതിനെ നമ്മുടെ സാധനങ്ങൾ പിടിച്ചു വയ്ക്കുക, നമുക്ക് വേണ്ടി മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുക, അങ്ങനെയുള്ള ഒരു പ്രവണത നേരത്തെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ യൂണിയൻ നിലവിൽ വന്നതിന് ശേഷം ആ പ്രവണത ഒഴിവായിരിക്കുകയാണ്. എന്നാൽ ഇപ്പോൾ കണ്ടുവരുന്ന മറ്റൊരു സംഭവം എന്ന് പറയുന്നത് നമ്മുടെ ആൾക്കാർ തന്നെ, നമ്മുടെ കൂട്ടത്തിലുള്ളവർ തന്നെ ഈ മൊത്തത്തിലുള്ള കാര്യങ്ങൾക്കെതിരായിട്ട്, അതായത് നമ്മുടെ സംഘടനയെ വരെ
മോശമായി ചിത്രീകരിക്കുന്ന രീതിയിലേക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുക. കെ ജയരാജൻ അധ്യക്ഷത വഹിച്ചു. എ പി ധനേഷ്, രജീഷ്, രവീന്ദ്രൻ, സൈനുൽ ആബിദ്, ഷിൽജ ഫ്രാൻസിസ്, ലിജിൻ ഇരിവേരി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. യുവജന ശബ്ദം തോട്ടട SSLC +2 LSS സ്കോളർഷിപ്പ് ഉന്നത വിജയം നേടിയ കുട്ടികളെ അനുമോദിച്ചു. റിട്ടയർഡ് SP PP സദാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. ഉരുൾപൊട്ടലിൽ വീട് നഷ്ടമായവർക്ക് DYFI നിർമ്മിച്ചു നൽകുന്ന വീടുകൾക്കുള്ള തുകയും ചടങ്ങിൽ കൈമാറി. ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡോക്ടർ ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പ് അദ്ദേഹം സ്വന്തം മുറിയുടെ ചുമരിൽ എഴുതി വെച്ച വാചകം പരാജയപ്പെട്ടു പോയിരിക്കുന്നു എല്ലാ അർത്ഥത്തിലും എന്നാണ്. ഞാനൊരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡോക്ടർ ആകണമെങ്കിൽ എന്തെല്ലാം മത്സര പരീക്ഷകൾ, എന്തെല്ലാം അക്കാഡമിക് ക്വാളിഫിക്കേഷൻ അദ്ദേഹം നേടിയെടുക്കണം. അത്ര ഉന്നതമായ ബിരുദങ്ങൾ നേടിയ ആ മനുഷ്യൻ സ്വന്തം ജീവിതം അവസാനിപ്പിക്കുന്നത് ജീവിതത്തിൽ പരാജയപ്പെട്ടു പോയിരിക്കുന്നു എന്ന് പറഞ്ഞു. ചടങ്ങിൽ CPM തോട്ടട ടൗൺ ബ്രാഞ്ച് സെക്രട്ടറി CK സതീശൻ അധ്യക്ഷത വഹിച്ചു. യുവജന ശബ്ദം തോട്ടട ജോയിന്റ് സെക്രട്ടറി ആദിത്യ K, CPM എടക്കാട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി K പ്രദീപ്, K ശൈല ടീച്ചർ, യുവജന ശബ്ദം ട്രഷറർ ലെന ശ്രീജേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. വയനാട്ടിൽ ഉരുൾപൊട്ടലിൽ വീട് നഷ്ടമായവർക്ക് DYFI 25 വീടുകൾ നിർമ്മിച്ചു നൽകുന്നതിന്റെ ഭാഗമായി യുവജന ശബ്ദം തോട്ടട പരിസരവാസികളും ചേർന്ന് ബിൽഡിംഗ് മെറ്റീരിയൽസ് വാങ്ങുന്നതിനുള്ള തുക കൈമാറി. DYFI എടക്കാട് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് പ്രണവ് ആയാടത്തിൽ, DYFI തോട്ടട മേഖലാ ട്രഷറർ റിദിൻ KC എന്നിവർ തുക ഏറ്റുവാങ്ങി. തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികളും അരങ്ങേറി. കണ്ണൂർ താലൂക്ക് NSS യൂണിയൻ രാമായണ മാസാചരണം, രാമായണ പാരായണം, രാമായണ പ്രശ്നോത്തരി എന്നിവയോടുകൂടി നടന്നു. രാമായണ മാസാചരണം ദേശീയ അധ്യാപക അവാർഡ് ജേതാവ് രാധാകൃഷ്ണൻ മാണിക്കോത്ത് ഉദ്ഘാടനം ചെയ്തു. നിങ്ങൾ കേൾക്കാനല്ല, രാമനെ കേൾപ്പിക്കാൻ എത്ര ലക്ഷ്യം. സീതാദേവി ഗർഭിണിയായ സീതയെ ഉപേക്ഷിക്കുകയാണ് രാമൻ. 2 മക്കൾ ആശ്രമത്തിലാണ് വളരുന്നത്. വളർത്തച്ഛൻ വാൽമീകിയാണ്. രാമായണ കഥ എഴുതിയിട്ട് മക്കളെ ഇത് പോയിട്ട് പാടി വരുമെന്നാ പറയുന്നത്. കുട്ടികൾ പാടാൻ പോകുന്നില്ലേ? എവിടെ പാടാൻ? ലോകം മുഴുവൻ പാടാനല്ല പറയുന്നത്. നിങ്ങൾ ശ്രീരാമചന്ദ്രന്റെ കൊട്ടാരത്തിൽ പോയിട്ട് രാമചന്ദ്രന്റെ മുമ്പിൽ വെച്ച് പാടണമെന്നാ പറയുന്നത്. ചിന്തിക്കണം നമ്മൾ. കണ്ണൂർ താലൂക്ക് NSS യൂണിയൻ വൈസ് പ്രസിഡന്റ് UK ബാലചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. NSS വനിതാ യൂണിയൻ പ്രസിഡന്റ് TP പ്രേമലത, NSS പ്രതിനിധി സഭാ അംഗം CK രവീന്ദ്രൻ നമ്പ്യാർ, യൂണിയൻ ഭരണസമിതി അംഗങ്ങളായ MK ആനന്ദകൃഷ്ണൻ, PC പ്രകാശ്, ബാബു കൊമ്പിലാത്ത്, പവിത്രൻ നമ്പ്യാർ, P ദിലീപ് കുമാർ, TV ലതിക, യൂണിയൻ സെക്രട്ടറി P കനകരാജൻ എന്നിവർ സംസാരിച്ചു. രാമായണം പ്രശ്നോത്തരിയിൽ ചൈതന്യ K മുണ്ടയാട് 1ാം സ്ഥാനവും, അഭിജ്ഞ A നമ്പ്യാർ രാമന്തളി 2ാം സ്ഥാനവും, കൃഷ്ണേന്ദു PK മാവിലായി 3ാം സ്ഥാനവും നേടി. കുട്ടികളുടെ രാമായണ പാരായണ മത്സരത്തിൽ ഗായത്രി ചൊവ്വ 1ാം സ്ഥാനവും, ഗൗരി ശങ്കർ മാവിലായി 2ാം സ്ഥാനവും നേടി. മുതിർന്നവരുടെ രാമായണ പാരായണ മത്സരത്തിൽ റീന ചൊവ്വ NSS കരയോഗം 1ാം സ്ഥാനവും, ജയന്തി അഴീക്കോട് വെസ്റ്റ് കരയോഗം 2ാം സ്ഥാനവും, KPR നമ്പ്യാർ ചൊവ്വ NSS കരയോഗം 3ാം സ്ഥാനവും നേടി. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. കായിക മേഖലയിൽ കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ 1500ഓളം തൊഴിലുകൾ സൃഷ്ടിച്ചതായി കായിക വകുപ്പ് മന്ത്രി V അബ്ദുറഹ്മാൻ. അഴീക്കോട് ഗ്രാമപഞ്ചായത്തിലെ PP രവീന്ദ്രൻ സ്മാരക മിനി സ്റ്റേഡിയത്തിന്റെ ആധുനികവൽക്കരണ പ്രവൃത്തി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കായിക മേഖലയിൽ നിരവധി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ സർക്കാരിന് സാധിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഏഷ്യാഡ്, നാഷണൽ ഗെയിംസ്, ഒളിമ്പിക്സ് തുടങ്ങിയവയിൽ വിജയിച്ചവർക്ക് തൊഴിൽ നൽകുന്നതിനും സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഇപ്പോഴത്തെ കണക്കനുസരിച്ച് 764 കായിക താരങ്ങൾക്ക് സർക്കാർ ജോലി നൽകുവാൻ സാധിച്ചിട്ടുണ്ട്. മറ്റൊരു സംസ്ഥാനത്തും ഇത്തരം നടപടി കാണുവാൻ സാധിക്കില്ലെന്നും മന്ത്രി പറഞ്ഞു. സിലബസിൽ കായികം ഒരു ഭാഗമാക്കുവാൻ വിദ്യാഭ്യാസ വകുപ്പുമായി ചേർന്ന് നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും പ്രൈമറി തലത്തിൽ പല ഭാഗങ്ങളിലും അത് നടപ്പാക്കിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. പുതിയ ഈ സംരംഭങ്ങൾ ആരംഭിക്കുന്നതോട് പുതിയ ഇൻവെസ്റ്റ്മെന്റുകൾ കേരളത്തിൽ വരുന്നതിന്റെ ഭാഗമായിക്കൊണ്ട് ഈ തൊഴിലവസരങ്ങൾ നല്ല രീതിയിൽ സൃഷ്ടിക്കാൻ നമുക്ക് കഴിയുമെന്നുള്ളതാണ്. ഇപ്പോൾ ധാരാളം തൊഴിലവസരങ്ങൾ ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ 2 വർഷത്തിനകം തന്നെ ഏകദേശം 1500 തൊഴിൽ ഈ മേഖലയിൽ സൃഷ്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം പുതിയൊരു തുടക്കമാണ് കായിക മേഖലയിൽ. ഇപ്പം
വിദ്യാഭ്യാസ രംഗത്ത് കായിക മേഖലയെ ഉപയോഗപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് നല്ല മാറ്റങ്ങളുണ്ട്. ഇപ്പോൾ സിലബസിൽ കായികം ഒരു ഇനമായി നമ്മൾ ഏർപ്പെടുത്താൻ വിദ്യാഭ്യാസ വകുപ്പുമായി ചേർന്ന് അതിൻ്റെ പ്രൈമറി തലങ്ങളിൽ അത് ആരംഭിക്കാൻ ഇപ്പോൾ പല ഭാഗങ്ങളിലും ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് അഴീക്കോട് ഗ്രാമപഞ്ചായത്തിൻ്റെ സ്റ്റേഡിയത്തിൻ്റെ ചരിത്രം ബഹുമാനപ്പെട്ട MLA പറഞ്ഞു. അത് ഒരു കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം, ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം രവീന്ദ്രൻ നായരുടെ പേര് അദ്ദേഹം പറഞ്ഞു. അത് മഹത്തായ ഒരു കർമ്മമാണ്. കേരളം നടത്തിയ കായിക ഉച്ചകോടിയുടെ ഭാഗമായുള്ള നിക്ഷേപകരുടെ സംഗമത്തിൽ വിവിധ കമ്പനികളും അസോസിയേഷനും 5000 കോടി രൂപയാണ് സ്റ്റേഡിയ നിർമ്മാണത്തിനും വിവിധ പദ്ധതികൾക്കുമായി വാഗ്ദാനം ചെയ്തത്. അതിന്റെ ഭാഗമായി കേരള ക്രിക്കറ്റ് അസോസിയേഷൻ 6 സ്റ്റേഡിയങ്ങളാണ് നിർമ്മിക്കുന്നത്. ഇതിൽ ആദ്യ സ്റ്റേഡിയം എറണാകുളത്ത് നിർമ്മിക്കും. ഇന്ത്യയിൽ ആദ്യമായി സ്പോർട്സ് ഇക്കോണമി നടപ്പിലാക്കിയ സംസ്ഥാനം കേരളമാണ്. ഈ സാമ്പത്തിക വർഷത്തിൽ 2025 ആകുമ്പോഴേക്കും 10,000 തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു. KV സുമേഷ് MLA അധ്യക്ഷത വഹിച്ചു. കണ്ണൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC ജിഷ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അബ്ദുൾ നിസാർ വായിപ്പറമ്പ്, അഴീക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K അജീഷ്, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് A റീന, K ഗിരീഷ് കുമാർ, KK മിനി, P പ്രസീത, P പ്രവീൺ, T അനീഷ്, കുടുവൻ പത്മനാഭൻ, P രഘുനാഥ്, TM മോഹനൻ, KP മുഹമ്മദ് ഹാരിസ്, PV അരുണാക്ഷൻ, M പ്രദീപൻ തുടങ്ങിയവർ പങ്കെടുത്തു. KV സുമേഷ് MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 50 ലക്ഷം രൂപയും സംസ്ഥാന സർക്കാർ കായിക വകുപ്പ് മുഖേന അനുവദിച്ച 50 ലക്ഷം രൂപയും വിനിയോഗിച്ചാണ് പ്രവൃത്തി നടപ്പിലാക്കുന്നത്. ചടങ്ങിൽ അഴീക്കോട് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 1,72,600 രൂപ മന്ത്രിക്ക് കൈമാറി. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. വീണ്ടും ഒരിടവേള കൂടി. ഇടവേളയ്ക്ക് മുമ്പായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ലഹരി വിരുദ്ധ പ്രതിജ്ഞയുമായി ജില്ലാ സാമൂഹ്യനീതി വകുപ്പ്. ലക്ഷ്യം വിദ്യാർത്ഥികളിൽ അവബോധം സൃഷ്ടിക്കുക. പരിപാടി നിശാമുക്ത് ഭാരത് അഭിയാൻ പദ്ധതിയുടെ ഭാഗമായി. കണ്ണൂരിൽ വീണ്ടും നിക്ഷേപക തട്ടിപ്പ്. ഇത്തവണയും വഞ്ചിച്ചത് റോയൽ ട്രാവൻകൂർ ചക്രപാണി തന്നെ. മെഡിസിറ്റിയിൽ നിക്ഷേപകരെത്തി പ്രതിഷേധിച്ചു. ഉത്തരം നൽകാതെ ഉടമകൾ. പതിനാറാമത് നാഷണൽ കളരിപ്പയറ്റിൽ കപ്പ് ഉയർത്തി കേരളം. ഒരു സ്വർണം ഉൾപ്പെടെ 8 മെഡലുകൾ. കേരളത്തിന്റെ യശസ് ഉയർത്തിയത് വിശ്വഭാരതി കളരി സംഘം. കണ്ണൂരിന് ഇത് അഭിമാന നേട്ടം. പറഞ്ഞ തുക മുഴുവനും ഉണ്ട്, വേണേ എണ്ണി നോക്കിക്കോളൂ. അത് കുഴപ്പമില്ല. നീ പോലെ മേക്കപ്പ് ആർട്ടിസ്റ്റൊക്കെയായി നന്നായി സമ്പാദിക്കുന്നുണ്ടല്ലോ. എന്ത് ചെയ്യാനാ മോളെ, ജീവിക്കണ്ടേ? കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇത്തരം വർക്ക്സ് ഒക്കെ ചെയ്യാൻ പറ്റും. അതിന് എക്സ്പീരിയൻസ് ഒക്കെ വേണ്ടേ? പെർഫെക്റ്റ് ട്രെയിനിങ് കിട്ടുന്നുണ്ടെങ്കിൽ എല്ലാം സിമ്പിൾ അല്ലേ? കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ തന്നെ സമ്പാദിക്കാൻ പറ്റുന്ന രീതിയിലാണ് GITD അവരുടെ ഓരോ സിലബസും ട്രെയിനിങ്ങും എല്ലാം ക്രമീകരിച്ചിട്ടുള്ളത്. Professional Diploma in Fashion Designing, Advanced Diploma in Fashion Designing and Diploma in Fashion Designing. Professional Diploma in Beautician and Cosmetology, Advanced Diploma in Beautician and Cosmetology and Diploma in Beautician. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സ്, കൂടാതെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസുകൾ. GITD തൊഴിൽ പരിശീലനത്തിലൂടെ സ്ത്രീ ശാക്തീകരണം. GITD എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം.
Oracle Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. വാർത്തയിലേക്ക്. തിരുവനന്തപുരത്ത് നടന്ന 16ാമത് നാഷണൽ കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പിൽ കേരളം ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടി. കേരളത്തെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത സജീവൻ ഗുരുക്കൾ പരിശീലിപ്പിച്ച ഏച്ചൂർ വിശ്വഭാരത് കളരി സംഘത്തിലെ കുട്ടികൾക്ക് 1 സ്വർണ്ണ മെഡൽ, 4 വെള്ളി മെഡൽ, 3 ബ്രോൺസ് മെഡൽ എന്നിവ ലഭിച്ചു. സബ് ജൂനിയർ വിഭാഗത്തിൽ മെയ്പയറ്റിൽ ആദിൽ രഞ്ജിത്തിനാണ് സ്വർണം ലഭിച്ചത്. സബ് ജൂനിയർ ആൺകുട്ടികളിൽ മെയ്പയറ്റിൽ അലൻ കൃഷ്ണയ്ക്കും, ജൂനിയർ പെൺകുട്ടികളുടെ വിഭാഗത്തിൽ ചൂരൽപയറ്റിൽ ശ്രീകൃപ, കീർത്തന എന്നിവർക്കും, സീനിയർ പെൺകുട്ടികളുടെ വിഭാഗത്തിൽ വാളുമിനത്തിൽ സന്മയ, നന്ദന എന്നിവർക്കും, സീനിയർ ആൺകുട്ടികൾ വിഭാഗത്തിൽ മെയ്പയറ്റിൽ നേതിഷിനും വെള്ളി മെഡലും, ഉറുമി പരിചയിൽ ജൂനിയർ പെൺകുട്ടികൾ വിഭാഗത്തിൽ കീർത്തന, ശ്രീകൃപ എന്നിവർക്കും, ഉറുമി വീശൽ ജൂനിയർ പെൺകുട്ടികളുടെ വിഭാഗത്തിൽ ശ്രീകൃപയ്ക്കും, സബ് ജൂനിയർ പെൺകുട്ടികൾ മെയ്പയറ്റിൽ അദ്വിതയ്ക്കും ഓടുമെഡലും ലഭിച്ചു. സിറ്റി ന്യൂസ് കണ്ണൂർ. നൃത്ത സംഗീത കലാരംഗത്ത് 40 വർഷം പിന്നിട്ട ദീപം നൃത്ത കലാലയത്തിന്റെ 40ാം വാർഷികാഘോഷം ചക്കരക്കൽ ഗോകുലം ഓഡിറ്റോറിയത്തിൽ നടന്നു. കലാലയത്തിലെ 6 വിദ്യാർത്ഥികൾ ചേർന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് ദീപം നൃത്ത കലാലയം അണിയിച്ചൊരുക്കിയ നൃത്തസംഗമവും അരങ്ങേറി. കലാലയ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി, നാടോടി നൃത്തം തുടങ്ങിയ വിവിധ പരിപാടികളും ചടങ്ങിൽ നടന്നു. 85-ൽ പരം വിദ്യാർത്ഥികൾ പരിപാടിയിൽ പങ്കെടുത്തു. മാനേജിംഗ് ഡയറക്ടറും പ്രിൻസിപ്പലുമായ അഭിനവ് വത്സൻ, ബിന്ദു വത്സൻ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. അഭിനവ് വത്സൻ, അഞ്ചരക്കണ്ടി ഹയർ സെക്കൻഡറി സ്കൂൾ ഹെഡ് മിസ്റ്റർ ജ്യോതി നന്ദകുമാർ, രഗ്ന, ഷമീഷ് തുടങ്ങിയവർ സംസാരിച്ചു. കായിക മേഖലയിൽ ഈ സാമ്പത്തിക വർഷം അവസാനിക്കുമ്പോൾ 10,000 തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയാണ് ലക്ഷ്യമെന്ന് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു. കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്തിൽ ഒരു പഞ്ചായത്തിൽ ഒരു കളിക്കളം പദ്ധതിയുടെ ഭാഗമായി നിർമ്മിക്കുന്ന ആധുനിക സ്റ്റേഡിയം നിർമ്മാണത്തിന്റെ പ്രവൃത്തി ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കേരളം ഇപ്പോൾ കായിക ഇക്കോണമി നടപ്പാക്കുകയാണ്. ഇതിലൂടെ സാമ്പത്തിക മേഖലയിലേക്ക് കായിക മേഖലയെയും കൊണ്ടുവരികയാണ് ലക്ഷ്യം. കേരളത്തെ കായിക മേഖലയിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്നതാണ് ഇതിന്റെ പ്രധാനമായ ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു. ഈ സർക്കാർ 8 വർഷം കൊണ്ട് 2,000 കോടി രൂപയാണ് കായിക മേഖലയുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി മാറ്റിവെച്ചതെന്നും ഇന്ത്യയിൽ വേറൊരു സംസ്ഥാനവും ഇത്രയും അധികം തുക കായിക രംഗത്തിന് വേണ്ടി ചെലവഴിച്ചിട്ടില്ലെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. തലമുറക്കൊപ്പം തന്നെ എല്ലാവർക്കും ആരോഗ്യം എന്നുള്ളതാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. അത് നിറവേറ്റുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്രയും കോടിക്കണക്കിന് രൂപ നമ്മൾ ഇതിനു വേണ്ടി ഈ മേഖലയിൽ ചെലവഴിക്കും. ഇപ്പോൾ അടുത്ത കേരളോത്സവം വരാൻ പോവുക. ഇനി മുതൽ കേരളോത്സവത്തിൽ കായിക വകുപ്പും അതോടൊപ്പം തന്നെ തദ്ദേശ സ്വയംഭരണ വകുപ്പും ചേർന്നുകൊണ്ടാണ് അതിൻ്റെ സ്പോർട്സ് അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ കായിക പ്രവർത്തനങ്ങൾ കായിക വകുപ്പും തദ്ദേശ സ്വയംഭരണ വകുപ്പും നേരിട്ട് നടത്തുമ്പോൾ എല്ലാ പഞ്ചായത്തുകളിലും കായിക പ്രവർത്തനം നടക്കുന്നുണ്ട് എന്നുള്ള ഉറപ്പ് വരുത്താൻ നമുക്ക് കഴിയും. നമ്മുടെ ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും പഞ്ചായത്ത് തലങ്ങളിലായാലും മുനിസിപ്പാലിറ്റികളിലായാലും സ്പോർട്സ് കൗൺസിലുകൾ ഇപ്പോൾ രൂപീകരിച്ചു. പഞ്ചായത്ത് തല സ്പോർട്സ് കൗൺസിൽ. എനിക്ക് തോന്നുന്നു നമ്മുടെ പഞ്ചായത്തും കുഞ്ഞിമംഗലം പഞ്ചായത്തും അത്തരത്തിലുള്ള സ്പോർട്സ് കൗൺസിൽ രൂപീകരണം കഴിഞ്ഞിട്ടുണ്ടാവും എന്നുള്ള വിശ്വാസമാണ്.
എം വിജിൻ MLA അധ്യക്ഷത വഹിച്ചു. കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ പ്രാർത്ഥന, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം ശശീന്ദ്രൻ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ CP ഷിജു, റീന, MV ദീപു, കെ സുമയ്യ, വി ശങ്കരൻ, VV രാഘവൻ, PK കരുണാകരൻ, TP മുസ്തഫ, VV പ്രകാശൻ, P ഗോവിന്ദൻ, KM ബാലകൃഷ്ണൻ, P കരുണാകരൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള 5 ലക്ഷം രൂപ മന്ത്രിക്ക് കൈമാറി. വാർഡ് 8 കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ അധീനതയിലുള്ള 1 ഏക്കർ സ്ഥലത്താണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഇതിനായി MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 50 ലക്ഷം രൂപയും സംസ്ഥാന സർക്കാർ കായിക വകുപ്പ് മുഖേന അനുവദിച്ച 50 ലക്ഷവും ഉൾപ്പെടെ 1 കോടി രൂപയാണ് പദ്ധതിക്കായി അനുവദിച്ചത്. പദ്ധതിയുടെ ഭാഗമായി മൈതാനത്തെ ഉന്നത നിലവാരത്തിൽ ഉയർത്തി സ്റ്റെപ്പ് ഗാലറി, ഫെൻസിംഗ്, ഡ്രെയിനേജ് സംവിധാനം, റിട്ടേണിംഗ് വാൾ, ചുറ്റുമതിൽ, ഗേറ്റ്, ഫ്ലഡ് ലൈറ്റ് എന്നീ സംവിധാനങ്ങളാണ് ഒരുക്കുന്നത്. സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ മുഖേനയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. സിറ്റി ന്യൂസ്, കണ്ണൂർ. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കണ്ണൂർ ജില്ലയിലെ എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും മഴമാപിനികൾ സ്ഥാപിക്കും. അതിനുവേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് പരിഷത്ത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പരിശീലനം നൽകി. പരിഷത്ത് ഭവനിൽ വെച്ച് വയനാട് ഹ്യൂം സെന്ററിൽ നിന്നുള്ള അൻസാഫ്, രഞ്ജിനി എന്നിവർ ക്ലാസ് എടുത്തു. താപനില മിനിമം, ഇപ്പുറത്ത് കാണിക്കുന്നത് മാക്സിമം താപനില, കൂടി താപനില. അപ്പം ഇതിനകത്ത് നിന്ന് ഈ നീല നിറത്തിലുള്ള ഒരു ലൈൻ ഉണ്ട്. ഇതിന്റെ അടിവശമാണ് നമ്മൾ അളക്കുക. എല്ലാ ദിവസവും മഴ അളക്കുന്നത് പോലെ തന്നെയാണ് താപനില അളക്കുന്നത്. രാവിലെ 7 മണി to 7 താപനില അളക്കുന്നതിന്റെ സമയം. അപ്പൊ നമ്മളത് അളവ് രേഖപ്പെടുത്തുക. അതിനുശേഷം ഇതിനെ നടുക്കൊരു റീസെറ്റ് ബട്ടൺ ഉണ്ട്. ഈ റീസെറ്റ് ബട്ടൺ അമർത്തി കഴിയുമ്പോൾ ഈ നീല വര ഇതിന് താഴെ ഒരു മെർക്കുറിന്റെ ഒരു ഇതുണ്ട്, അതിനോട് ചേർന്ന് വരുന്ന പോലെ അമർത്തി കഴിഞ്ഞാൽ അത് റീസെറ്റ് ആവും. പിന്നെ അടുത്ത 24 മണിക്കൂറിൽ ഏറ്റവും കുറവും കൂടിയതുമായിട്ടുള്ള താപനിലയിൽ ഇത് ഉണ്ടാവും. ജില്ലാ പ്രസിഡന്റ് കെ മുരളീധരൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന പ്രസിഡന്റ് PM പുരുഷോത്തമൻ മുഖ്യപ്രഭാഷണം നടത്തി. KP മധുസൂദനൻ, PV നാരായണൻ, കരിങ്കയം വിജയൻ ജോത്സ്യർ, ശശിധരൻ ആമ്പല്ലൂർ, അജിത് മുണ്ടേല, ഗോപിക്കുട്ടൻ, KR മുരളീധരൻ, കൈതക്കൽ ചന്ദ്രൻ പണിക്കർ, BK കൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ കുട്ടികളെ അനുമോദിച്ചു. തുടർന്ന് നടന്ന കുടുംബമേള സംസ്ഥാന ജനറൽ സെക്രട്ടറി KK സുധാകരൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലയിൽ അന്താരാഷ്ട്ര സ്പോർട്സിന് ഉതകുന്ന രീതിയിൽ 60 കോടി രൂപ മുടക്കി 2 മാസത്തിനുള്ളിൽ പുതിയൊരു സ്റ്റേഡിയം നിർമ്മാണത്തിന് തുടക്കം കുറിക്കുമെന്ന് കായിക വകുപ്പ് മന്ത്രി V അബ്ദുറഹ്മാൻ. ഏഴോം ഗ്രാമപഞ്ചായത്തിലെ നെരുവമ്പ്രം ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളിൽ ആധുനിക സ്റ്റേഡിയത്തിന്റെ നിർമ്മാണത്തിന്റെ പ്രവൃത്തി ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കായിക പ്രവർത്തനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടം എന്ന നിലയിൽ കണ്ണൂരിൽ പുതിയ അന്താരാഷ്ട്ര സ്പോർട്സിന് ഉതകുന്ന രീതിയിൽ സ്റ്റേഡിയം നിർമ്മിക്കണമെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിരുന്നു. ഇതിനെ തുടർന്നാണ് ജില്ലയിലെ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ 60 കോടി രൂപ ചെലവിൽ പുതിയ സ്റ്റേഡിയം നിർമ്മിക്കാൻ തീരുമാനിച്ചതെന്ന് മന്ത്രി പറഞ്ഞു. യൂണിവേഴ്സിറ്റികളുമായി ചേർന്ന് പുതിയ കോഴ്സുകൾ തുടങ്ങുകയാണ്. കോഴിക്കോട് യൂണിവേഴ്സിറ്റിയുമായി ചേർന്ന് കേരള സ്പോർട്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആരംഭിക്കും. അതിന്റെ തറക്കല്ലിടൽ അടുത്ത മാസം നടക്കും. ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് യാഥാർത്ഥ്യമാവുന്നതോടെ പുതിയ പരിശീലകർക്കും കായിക താരങ്ങൾക്കും വേണ്ടി ഡിപ്ലോമ കോഴ്സുകൾ ആരംഭിക്കുവാൻ കഴിയുമെന്ന് മന്ത്രി പറഞ്ഞു. സ്പോർട്സിന്റെ പ്രത്യേക ചുമതല തന്നുകൊണ്ട് അദ്ദേഹം എടുത്ത ആദ്യത്തെ യോഗത്തിൽ അദ്ദേഹം പറഞ്ഞത്, നമ്മുടെ സംസ്ഥാനത്തിൽ 464 പഞ്ചായത്തുകളിൽ സ്വന്തമായി കളിക്കളമില്ല. അത്രയും പഞ്ചായത്തുകളിൽ കളിക്കളം നിർമ്മിക്കാനുള്ള അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിൽ 464 പഞ്ചായത്തുകൾ അതിന്റെ വിവരങ്ങൾ ശേഖരിക്കുകയും ഇന്ന് 124 പഞ്ചായത്തുകളിൽ കളിക്കളം പൂർത്തീകരിച്ചു. ഇനി 300 പഞ്ചായത്തുകളിലാണ് പുതിയ കളിക്കളങ്ങൾ നമുക്ക് നിർമ്മിക്കാൻ. അതിൽ തന്നെ 40 കളിക്കളങ്ങൾ ഇപ്പോൾ ടെൻഡറായി കഴിഞ്ഞു. ഇനി വളരെ കുറഞ്ഞ പഞ്ചായത്തുകളിൽ മാത്രമാണ് നമ്മൾ കളിക്കളം. M വിജിൻ MLA അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് മെമ്പർ CP ഷിജു, കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് D വിമല, ഏഴാം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P ഗോവിന്ദൻ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KM ഗീത, PK വിശ്വനാഥൻ മാസ്റ്റർ, ഉഷ പ്രവീൺ, TP സരിത, KV ഗ്രീഷ്മ, CV കുഞ്ഞിരാമൻ, K ചന്ദ്രൻ, KP മോഹനൻ, V പരാഗൻ, AK ജയശീലൻ, M അബ്ദുള്ള, TK രഞ്ജിത്ത്, KV അശോക് കുമാർ, K പ്രദീപ് തുടങ്ങിയവർ പങ്കെടുത്തു. സംസ്ഥാന സർക്കാർ കായിക വകുപ്പ് മുഖേന 1 കോടി രൂപയാണ് പദ്ധതിക്കായി അനുവദിച്ചത്. പദ്ധതിയുടെ ഭാഗമായി മൈതാനത്തെ ഉന്നത നിലവാരത്തിൽ ഉയർത്തി സ്റ്റെപ്പ് ഗാലറി, സ്റ്റേജ്, ലോങ് ജമ്പ് പിറ്റ്, ഫെൻസിംഗ്, ഡ്രൈനേജിംഗ് സംവിധാനം, റിട്ടേണിംഗ് വാൾ, ചുറ്റുമതിൽ, ഗേറ്റ്, ഫ്ലഡ് ലൈറ്റ് എന്നീ സംവിധാനങ്ങൾ ഒരുക്കും. സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ മുഖേനയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്.
ചടങ്ങിൽ നെരുവമ്പുറം ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളിലെ വിദ്യാർത്ഥികൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സമാഹരിച്ച 15,000 രൂപ വിദ്യാർത്ഥികൾ മന്ത്രിക്ക് കൈമാറി. ഏഴോം ഗ്രാമപഞ്ചായത്തിന്റെ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള 5 ലക്ഷം രൂപയും ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും മറ്റ് അംഗങ്ങളും ചേർന്ന് മന്ത്രിക്ക് കൈമാറി. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ശാസ്ത്ര സാങ്കേതിക രംഗത്ത് വാനോളം വളർന്നുവെന്ന് മനുഷ്യൻ അഹങ്കരിക്കുമ്പോഴും പ്രകൃതി വിചാരിച്ചാൽ ഒരു നിമിഷം കൊണ്ട് എല്ലാം തകർത്ത് തരിപ്പണമാക്കാൻ കഴിയുമെന്ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി. വയനാട്ടിൽ കാണാൻ കഴിഞ്ഞത് അതാണെന്നും മന്ത്രി പറഞ്ഞു. കണ്ണൂരിൽ കേരള ഗണക കണിശ സഭ സംഘടിപ്പിച്ച അനുമോദന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. അപ്പോൾ പരീക്ഷാത്മകളിൽ നേരിട്ട് കൂടി കണ്ടുപിടിച്ചത് നമ്പർ നിങ്ങൾ കേട്ടില്ല. ഒന്നും കണ്ടുപിടിക്കാൻ കഴിയാത്തവർ, ബന്ധുക്കളെ കാണാൻ കഴിയാത്തവർ, ശരീരഭാഗങ്ങളൊക്കെ വേറെയാണ്. കാല്, കൈ, കണ്ണ്, തലവ് വേറെ, കഴുത്തില്ലാത്ത ശരീരം, കഴുത്ത് മാത്രം ബോഡിയില്ല. ഇങ്ങനെ ഒരുപാട് ജീവിതത്തിൻ്റെ ഏറ്റവും ദുഃഖകരമായ ദിശകളാണ്. അതൊന്നും വാക്കുകൾ കൂടി രേഖപ്പെടുത്താൻ കഴിയില്ല. അത് നമ്മുടെ ജീവൻ നഷ്ടപ്പെട്ടവരുടെ ജില്ലാ പ്രസിഡന്റ് കെ മുരളീധരൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന പ്രസിഡന്റ് PM പുരുഷോത്തമൻ മുഖ്യപ്രഭാഷണം നടത്തി. KP മധുസൂദനൻ, PV നാരായണൻ, കരിങ്കയം വിജയൻ ജോത്സ്യർ, ശശിധരൻ ആമ്പല്ലൂർ, അജിത് മുണ്ടേല, ഗോപിക്കുട്ടൻ, KR മുരളീധരൻ, കൈതക്കൽ ചന്ദ്രൻ പണിക്കർ, BK കൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ കുട്ടികളെ അനുമോദിച്ചു. തുടർന്ന് നടന്ന കുടുംബമേള സംസ്ഥാന ജനറൽ സെക്രട്ടറി KK സുധാകരൻ ഉദ്ഘാടനം ചെയ്തു. ഇനി സ്വർണം വെള്ളി നിരക്ക്. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അല്ലറയ്ക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സ്വർണ്ണവില ഗ്രാമിന് 25 രൂപ കൂടി. 1 ഗ്രാം സ്വർണം 6470, പവന് 51,760 രൂപ, വെള്ളി 87 രൂപ. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ലഹരി വിരുദ്ധ പ്രതിജ്ഞയുമായി ജില്ലാ സാമൂഹ്യനീതി വകുപ്പ്. ലക്ഷ്യം വിദ്യാർത്ഥികളിൽ അവബോധം സൃഷ്ടിക്കുക. പരിപാടി നിശാമുക്ത് ഭാരത് അഭിയാൻ പദ്ധതിയുടെ ഭാഗമായി. കണ്ണൂരിൽ വീണ്ടും നിക്ഷേപക തട്ടിപ്പ്. ഇത്തവണയും വഞ്ചിച്ചത് റോയൽ ട്രാവൻകൂർ ചക്രപാണി തന്നെ. മെഡിസിറ്റിയിൽ നിക്ഷേപകരെത്തി പ്രതിഷേധിച്ചു. ഉത്തരം നൽകാതെ ഉടമകൾ. പതിനാറാമത് നാഷണൽ കളരിപ്പയറ്റിൽ കപ്പുയർത്തി കേരളം. 1 സ്വർണം ഉൾപ്പെടെ 8 മെഡലുകൾ. കേരളത്തിന്റെ യശസ് ഉയർത്തിയത് വിശ്വഭാരതി കളരി സംഘം. കണ്ണൂരിന് ഇത് അഭിമാന നേട്ടം. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.